നമുക്ക് വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഏതായാലും നമ്മുടെ കലോത്സവത്തിന്റെ പ്രധാന വേദിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ ഓരോ തരത്തിലുള്ള യോഗങ്ങൾ നടക്കുക, സജ്ജീകരണങ്ങൾ, ഓരോ വേദികളിലും എന്തെല്ലാം ഒരുക്കങ്ങളുണ്ട്. ഇപ്പോ ഞാൻ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടത് ഭക്ഷണമാണ് അല്ലേ? ഭക്ഷണമുണ്ട്, മിനിസ്റ്റർ ഉണ്ട് അല്ലേ? മിനിസ്റ്റർ സംസാരിക്കുമെങ്കിൽ മിനിസ്റ്റർ കൂടി കണ്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. രഞ്ജിത്തേട്ടാ, ഈ വേദി എന്ന് പറയുന്ന എല്ലാ തരത്തിലും കളർഫുൾ ആയി സൂര്യകാന്തി എന്ന് പറയുന്ന വേദി പ്രധാനപ്പെട്ട വേദിയാണ്. നമുക്ക് ഈ വേദിയിലായിരിക്കും കപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കപ്പ് ആര് കൊണ്ടുപോകുന്നുള്ളതിനെ കുറിച്ച് വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കുകയാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു ലഘുഭക്ഷണത്തിന്റെ സമയമാണ്. കാരണം ശരി, ഏതായാലും ഒരു റോഷ്നിയും രഞ്ജിത്തും ഒക്കെ ഒരു ചായ കുടിച്ചു വരട്ടെ. നമുക്ക് അതാ മന്ത്രി എത്തിയിട്ടുണ്ട്. മന്ത്രിയിലേക്ക് ഭക്ഷണം ചെറിയൊരു ഇടവേള കിട്ടിയപ്പോ ഒരു ഭക്ഷണം കഴിക്കുകയാണല്ലേ? അതാണ് മന്ത്രി നമുക്കും നീട്ടി തന്നതാണ്. ഇപ്പം ഈ തൃശ്ശൂർ പൂരം നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നതാണ്. അപ്പം ആ പൂരനഗരിയിലേക്കാണ് ഇത്തവണ കലാപൂരം എത്തുന്നത്. അതിനെങ്ങനെയാണോ മിനിസ്റ്റർ നോക്കിക്കാണുന്നത്? അതെനിക്ക് മനസ്സിലായില്ല. സ്കൂൾ കലോത്സവം അത് ഇത്തവണ വർണ്ണാഭമാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായി ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾക്കറിയാം, 64ാമത്തെ കലോത്സവമാണ്. മറ്റേത് ജില്ലയിൽ നടക്കുന്നേക്കാൾ ഒരുക്കങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങൾക്കും ഒരു തൃശ്ശൂർ പൂരം ടച്ചുണ്ട്. 14,000-ഓളം വരുന്ന കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ 25 വേദികളിലായിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. അത് കമ്മിറ്റിയുണ്ട്. ഏതാണ്ട് ഒന്നാം ദിവസം ഏതാണ്ട് 60,000-ഓളം വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരുമെന്നാണ് ഭക്ഷണ കമ്മിറ്റിക്കാർ എന്നോട് പറഞ്ഞത്. കാരണം രക്ഷകർത്താക്കളും അവരുടെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ തന്നെ ഉണ്ടാവുമല്ലോ. എല്ലാം ഇപ്പോൾ ഇവിടെ ഇരുന്ന കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ സ്വർണ്ണക്കപ്പ് വന്നു കഴിഞ്ഞ് കുട്ടികൾ വന്നു തുടങ്ങി. സ്റ്റേജുകൾ പണി തീർന്നു. അക്കോമഡേഷൻ സെൻറ്റേഴ്സിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചു. അങ്ങനെ ഒന്നും ഇനി മിച്ചം ഉണ്ടെന്ന് പറയാൻ വേണ്ടി ഇല്ല. ഇനിയിപ്പോൾ നാളെ നമുക്ക് രാവിലെ 10 മണിക്ക് CM എത്തിച്ചേർന്നാൽ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ മത്സരം ആരംഭിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇതൊരു അത്ഭുതമാണ് ആൾക്കാർ പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇത് ഇന്ത്യയിൽ വേറെ ഒരു സംസാരം നടക്കുന്നില്ല, കേരളത്തിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ലോകത്തെവിടെയും നടക്കുന്നു വെച്ചാൽ അത് നടക്കുന്നില്ല. ഇത്രയും കുട്ടികളെ എങ്ങനെ താമസിപ്പിക്കും, ഇത്രയും കുട്ടികൾക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കും എന്നാണ് അവരെല്ലാം ചോദിക്കുന്നത്. മിനിസ്റ്റർ നാളെ പാചകപ്പുരയിൽ ഉണ്ടാവുമല്ലോ അല്ലെ, സജീവമായി കുട്ടികൾക്കൊപ്പം ഭക്ഷണം കഴിക്കാനും ഒക്കെ? ഇന്ന് നമ്മുടെ പാചകപ്പുരയിൽ ഇന്നിപ്പോ നമ്മൾ പിന്നെ പാല് കാച്ചിയല്ലോ, പാചകം തുടങ്ങിയിട്ടുണ്ട്. നാളെ ഭക്ഷണം കഴിക്കുന്ന അവിടെ നിന്ന് നാളെ ചക്കപ്പായസാണെന്ന് കേട്ടു. ചക്കപ്പായസം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പിറന്നാൾ കൂടിയാണ്. ഇങ്ങനെ ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ, ഇത്രയും തിരക്കിട്ട ഒരു ബർത്ത്ഡേ ഞാൻ ഫസ്റ്റ് ടൈം. ഞാൻ തമിഴ്നാടാണ്. അത് മിനിസ്റ്റർ പറഞ്ഞല്ലോ, വേറെ ഒരു സംസ്ഥാനത്തിലും ഇതുപോലെ നിങ്ങൾ എത്ര പേര് ഒരു ചാനൽ തന്നെ ഒരു യൂണിഫോമിൽ ഇങ്ങനെ ആഘോഷിച്ച് ഡാൻസ് കളിച്ചിട്ട് വരുന്നത് ഇന്ത്യയിൽ ഇവിടെ മാത്രമേ ആയിരിക്കും. അതാണ് കേരളത്തിൻ്റെ ഒരു ആർട്സിയും സ്പോർട്സിയും അക്കാഡമിക്സ് പോലെ തന്നെ ഈക്വൽ ആയിട്ട് കാണുന്ന ഒരു സമൂഹമാണത്. അതിന്റെ ഒരു തെളിവാണ് നിങ്ങളെല്ലാവരും. താങ്ക് യു സോ മച്ച്. മിനിസ്റ്ററിനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. വ്യത്യസ്തതരമായിട്ടുള്ള പൂക്കളാണല്ലോ നമ്മുടെ വേദികൾക്ക് പേരിട്ടിരിക്കുന്നത്. അതിൽ മിനിസ്റ്ററിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂ ഏതാണ്? ഇപ്പൊ താമരയിലൊക്കെ വിവാദം വന്നു, എന്നാൽ മിനിസ്റ്ററിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ പൂവും എല്ലാ പൂവും എനിക്ക് ഇഷ്ടമാണ്. എല്ലാ പൂവിനോട് മിനിസ്റ്റർ, നാളെ ഇപ്പം പായസം പല തരത്തിലുള്ള വെറൈറ്റി പായസങ്ങളൊക്കെയാണ് വരുന്നത്. മിനിസ്റ്റർ ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഏതാണ്? എനിക്ക് എല്ലാ പായസവും ഇഷ്ടമാണ്. നാളെ ചക്ക പായസം അല്ലേ? എന്നാലും ഈ പാചകപ്പുരയിലേക്ക് എന്തെങ്കിലും മന്ത്രിയുടെ വക ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം എന്താണെന്നാണ് മന്ത്രി മുന്നോട്ട് വെച്ച് കഴിഞ്ഞത്? ഏറ്റവും വൃത്തിയായി രുചിയുള്ള ഭക്ഷണം അവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും നൽകണം. അതല്ലെങ്കിൽ കർശനമായ നിലപാട് ഞാൻ സ്വീകരിക്കുമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പൊ വിനീത നോക്കൂ, മിനിസ്റ്റർ അങ്ങനെ രാവിലെ തൊട്ട് തന്നെ വൻ തിരക്കുകളിലായിരുന്നു. ഇപ്പൊ കുറച്ച് സമയം കിട്ടിയപ്പോ ഒരു ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നതാണ്. അപ്പൊ വീണ്ടും ലഘുഭക്ഷണമാണ്. മിനിസ്റ്റർ ഒരു ലഘുഭക്ഷണം കഴിക്കട്ടെ, നിങ്ങളും പോയി ഒരു ചായ കുടിച്ചോളൂ. നമുക്ക് ഏതായാലും കലക്കൻ പൂരത്തിന്റെ ആവേശം അത് അലയടിക്കുമെന്ന് ഉറപ്പാണ്. നാളെ ഇതാ വിവിധ വേദികളായി 10,000-ത്തിലധികം കുരുന്നുകളാണ് അവരുടെ കലാ രംഗത്തെ മികവുകൾ പ്രകടിപ്പിച്ച് സമ്മാനങ്ങളൊക്കെ നേടാൻ പോകുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും ആശംസകൾ.